ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് ഇതിനെ പറ്റിയിട്ടാണെന്ന് വെച്ചാൽ, നമ്മൾ നാട് വിട്ട് മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്, കാറ്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചല്ല പറയുന്നത്. നമുക്ക് സ്വയമായിട്ട് നമ്മൾ ആർജിച്ചെടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. നാട്ടിൽ താമസിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ടാവും, നൈബേഴ്സ് ഉണ്ടാവും, പിന്നെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ സിബ്ലിങ്സ് ഉണ്ടാവും നമ്മുടെ, അങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മുടെ പാരൻസ്, ഗ്രാൻഡ് പാരൻസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വലിയ റിസ്ക് ഇല്ല താമസിക്കാനായിട്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ അത് കുറച്ച് മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയത് കൊണ്ട്. അല്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും, നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മൾ സഹായിക്കാനും, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു ഹെൽപ്പായിട്ടും താങ്ങായിട്ടും തണലായിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നമ്മൾ തന്നെ പ്രിപ്പയർഡ് ആവണം. അപ്പം അങ്ങനെ നമ്മൾ മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്ന സമയത്ത് അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട കുറച്ച് ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പം ആദ്യമായിട്ട് ചില പെൺകുട്ടികൾ നമ്മുടെ വീട്ടിൽ നമ്മളെ അച്ഛനും അമ്മയൊക്കെ തണലിൽ ജീവിച്ച് പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മുടെ നാട് വിട്ട് കേരളം വിട്ടിട്ട് ചിലപ്പം ബാംഗ്ലൂരോ ചെന്നൈയോ അല്ലെങ്കിൽ ഹൈദരാബാദോ ഏത് സ്ഥലമായിരിക്കോട്ടെ, ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സ്ഥലം എവിടെയാണോ അവിടേക്ക് താമസം മാറുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു കാര്യമാണ് ആ ഒരു സ്ഥലത്തിനെ കുറിച്ചുള്ള നോളജ് നമുക്കുണ്ടാവില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് മാറുമ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മളെ കിളി പോയൊരവസ്ഥയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ നമുക്ക് പരിചയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആളുകളെ നമുക്ക് പരിചയം ഉണ്ടാവില്ല, ഭാഷ നമുക്ക് പരിചയം ഉണ്ടാവില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഞാൻ വളരെ ഫോർവേഡഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്, അതായത് വളരെ ഫോർവേഡഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മൾ വീട്ടിൽ ഇതുപോലെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് വേണ്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളെക്കുറിച്ചിട്ട്, നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അതിനും ചുറ്റുമുള്ള സ്ഥലങ്ങളെക്കുറിച്ചിട്ട് നമുക്കൊരു അവബോധം അല്ലെങ്കിൽ ഒരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പം ഞാനിപ്പം താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പം ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെക്കുറിച്ചിട്ട് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പം അവിടെ നമ്മളിപ്പം നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുകയാണെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് കുട്ടികളുടെ സ്കൂൾ എവിടെയാണ്. ഞാനിപ്പോൾ പറയുമ്പം ചിലർക്ക് ചിരി വരും, ഇതെന്താ കുട്ടികളുടെ സ്കൂൾ എവിടെയാണെന്ന് നമുക്കറിയില്ല. നമുക്ക് ഹസ്ബൻഡിൻ്റെ കൂടെ പോയിട്ട് കണ്ടിട്ടുള്ള പരിചയം ഉണ്ടാവുള്ളൂ ചിലപ്പം ചിലർക്ക്. അങ്ങനെ എക്സ്പീരിയൻസസ് കുറേ ആൾക്കാർ ഷെയർ ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ സ്കൂളിൻ്റെ സ്ഥലമൊന്നും പ്രോപ്പറായിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് പോയി വരാൻ ചില ആളുകൾക്ക് അറിയാൻ ചാൻസ് ഇല്ല. ചില ആളുകൾക്ക് കേട്ടോ, വളരെ എന്താ പറയുക, കുറഞ്ഞ ആളുകൾക്ക്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ആ സ്ഥലങ്ങളെക്കുറിച്ചിട്ട് ഒരു ബോധം നമുക്ക് വേണം. അതേപോലെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാണ്, ഇപ്പോൾ ചെറിയ കുട്ടികളുള്ളവരാണെങ്കിൽ ഒരു പീഡിയാട്രീഷ്യൻ എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, പിന്നെ അവരുടെ നമ്പേഴ്സ്, ഏറ്റവും അടുത്തുള്ള ക്ലിനിക്കുകളാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും അതിൻ്റെ നമ്പേഴ്സ് ഹസ്ബൻഡിൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് റെസ്പോൺസിബിലിറ്റീസ് മുഴുവനും അവരുടെ തലയിലിട്ട് കൊടുക്കാതെ നമുക്ക് സ്വന്തമായിട്ട് അറിയണം എവിടെയാണ് ഒരു ഹോസ്പിറ്റൽ എവിടെയാണുള്ളത് എന്നുള്ള കാര്യം നമുക്ക് അറിയണം. അതേപോലെ തന്നെ മറ്റ് ഫെസിലിറ്റീസ്, അതായത് ചില ആളുകൾക്ക് ഇപ്പോഴും ഹസ്ബൻഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഫോൺ പേ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു യൂബറോ അല്ലെങ്കിൽ നമ്മയാത്രി പോലെയുള്ള നമ്മുടെ
ടാക്സി ബുക്കിംഗ് സംഭവങ്ങൾ മാനേജ് ചെയ്യാനോ അറിയാത്തവരുണ്ടായിരിക്കും. മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ സുഹൃത്തുക്കളിൽ തന്നെ പല ആളുകൾക്കും മുമ്പ് സമയങ്ങളിലൊന്നും അറിഞ്ഞിരുന്നില്ല എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. കാരണം അവർ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് കേട്ടോ. അപ്പം കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖം ആകുമ്പോഴത്തേക്ക് ഇവരങ്ങ് പാനിക്കാവാം. പെട്ടെന്ന് ഹസ്ബൻഡിനെ വിളിക്കുന്നു, ഓഫീസിൽ നിന്ന് പെട്ടെന്ന് വാന്ന് പറയുന്നു, ഹസ്ബൻഡ് വരുന്നു, ഇവരെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു. അങ്ങനത്തെ സിറ്റുവേഷൻസ് എപ്പോഴും അത് പോസിബിൾ ആയിന്ന് വരില്ല. കാരണം ചില ഓഫീസുകൾ നമ്മൾ പ്രൈവറ്റ് ഫേമിലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ലീവ് കിട്ടാനുള്ള ചാൻസ് ഇല്ല, ചിലപ്പം പെർമിഷൻ കിട്ടാനുള്ള ചാൻസ് ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാതെ അവിടുന്ന് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ ജോലിയെ ബാധിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് അവെയർ ആയിരിക്കണം. എങ്ങനെയാണ് ഒരു യൂബറിൽ ഒരു വണ്ടി വിളിക്കുന്നത്, അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക, ലൊക്കേഷൻ എങ്ങനെയാണ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചിലർക്ക് ലൊക്കേഷൻ ഒന്നും ഷെയർ ചെയ്യാൻ പോലും അറിയാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. നിങ്ങൾ അത്ഭുതപ്പെടുകയൊന്നും വേണ്ട, ഉള്ള റിയാലിറ്റി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ലൊക്കേഷൻ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇതേപോലെ യൂബർ പോലത്തെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിലെങ്ങനെയാണ് ഒരു വണ്ടി ബുക്ക് ചെയ്യുക, അതിൽ എങ്ങനെയാണ് നമ്മളതിൻ്റെ ഫെയർ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഡ്രൈവറെ കോൺടാക്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകളുണ്ടാവും. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിലാണെങ്കിൽ മെഡിസിൻസ് എങ്ങനെയാണ് ബുക്ക് ചെയ്യുക, ഓൺലൈനായിട്ട് മെഡിസിൻസ് എങ്ങനെയാണ് ബുക്ക് ചെയ്യുക, ഓൺലൈനായിട്ട് സാധനങ്ങൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റുകൾ എവിടെയാണ്, നമുക്ക് പോയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ അത്യാവശ്യത്തിന് പർച്ചേസ് ചെയ്യണമെങ്കിൽ എവിടെയാണ് സൂപ്പർ മാർക്കറ്റുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അർജൻറ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊരു വലിയ അനക്കാട്ട സംഭവമൊന്നുമല്ല ഞാനിപ്പോൾ പറഞ്ഞതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനത് പറയാൻ കൃത്യമായിട്ടുള്ള റീസൺ ഉണ്ട്. എൻ്റെ പരിചയത്തിൽ തന്നെ പല ആളുകളും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ സഫർ ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും പറയുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറയാം. ഓക്കെ, ബൈ, താങ്ക് യു.